പിന്നെ ഈ ഒരു കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പാരൻസിന് ഏറ്റവും വലിയൊരു സംശയമാണ്. എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ ഈ ഒരു കോഴ്സ് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ജോലിയുടെ കാര്യം 100% ഉറപ്പാണോ എന്നുള്ളത്. ആ ഞാൻ അതാണ് എല്ലാവരുടെയും ഒരു സംശയമാണ് ഈ ജോലി ഉറപ്പാണെന്നുള്ളത്. ആ, നമ്മൾ ആദ്യം തന്നെ ഇരിക്കുമ്പോഴേ കാല് നീട്ടുന്നൊരു ഇതാണ് അല്ലേ പൊതുവേ നമ്മൾ കാണുന്നത്. പഠിച്ചിട്ടില്ല, എക്സാം എഴുതിയിട്ടില്ല, പക്ഷെ നമുക്ക് 50,000 കിട്ടുമെന്നാണ് ചോദിക്കുക. അപ്പം ഞാൻ കാണുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ അങ്ങനെ ചോദിക്കാറുണ്ട്. ഉം, പക്ഷേ ലൈഫിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് മനസ്സിലായി. ഉം, ഞാൻ ഇത്രയും നേരം ഇപ്പോൾ നമ്മൾ സംസാരിച്ചല്ലോ, എയർപോർട്ടിൽ വരുന്നുണ്ട്, എയർലൈൻസുകൾ വരുന്നുണ്ട്, ഗ്രൗണ്ട് സപ്പോർട്ടിങ് കമ്പനീസ് ഉണ്ട്, റീറ്റെയിൽ ഉണ്ട്, ഹോസ്പിറ്റാലിറ്റി ഉണ്ട്, ട്രാവൽ ആൻഡ് ടൂറിസം ഉണ്ട്. ഇതൊക്കെ എന്താണ്? നിരവധി ലക്ഷക്കണക്കിന് ജോബ് കിട്ടുന്ന ഇൻഡസ്ട്രിയാണ്. ഇവിടെ ജോലി ഉണ്ടെന്ന് മനസ്സിലായി. ജോലി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? hard ഞാൻ work. ചോദിക്കുന്ന അടുത്തൊരു ചോദ്യമാണ്. ഷാഹിദിനോട് തന്നെ ചോദിക്കാം അല്ലേ? ചോദിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിനെക്കുറിച്ച് പഠിക്കണം. നമ്മളൊരു ജോലി അറിയാത്ത ഒരാൾക്ക് നമുക്ക് വന്നിട്ട് പണി കൊടുക്കുമോ? വീട്ടിൽ ഏതെങ്കിലും വർക്ക് കൊടുക്കുമോ? ഇല്ല ഇല്ല. ആദ്യം ജോലിയെക്കുറിച്ച് അറിയണം അല്ലേ? അപ്പോൾ ജോലി ഒന്ന് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനാണ് നമ്മൾ ഏവിയേഷൻ പഠിക്കുന്നത് അല്ലേ, അല്ലെങ്കിൽ BBA ഏവിയേഷൻ പഠിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഗ്രൂമിങ് കറക്റ്റാണോ? അതായത് കമ്പനികൾ എന്താണോ ആകെ, ഇപ്പം എനിക്കൊരു സ്റ്റാഫിനെ വേണമെങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കും ഒരു സ്റ്റാഫിനെ എടുക്കുക? എൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ, ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ അവിടെ CV മെൻഷൻ ചെയ്തിട്ടുണ്ടാവും വെബ്സൈറ്റിൽ. അപ്പോൾ അതിലൊന്നാണ് ലാംഗ്വേജ് സ്കില്ല്, ഗ്രാജുവേഷൻ ഡിഗ്രി, പിന്നെ ഏവിയേഷൻ ഉണ്ടെങ്കിൽ അത് എടുക്കാം, പേഴ്സണാലിറ്റി ഉണ്ടെങ്കിൽ അതെടുക്കാം. ഇതൊക്കെയാണ് ഈ ഡിസ്ക്രിപ്ഷൻ വെച്ചിട്ടായിരിക്കും ഞാൻ ഇൻ്റർവ്യൂ എടുക്കുന്നത് അല്ലേ. അതിന് മാച്ചായ ആൾക്കാരാവണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ത് ചെയ്യണം? ഈ കാര്യങ്ങൾ ആദ്യം പഠിച്ചിരിക്കണം, പ്രാക്ടിക്കലി മനസ്സിലാക്കിയിരിക്കണം, ഇതിന് പ്രാപ്തനായിരിക്കണം. ഇത് ജോലി പിന്നെ ലക്ഷങ്ങൾ നോക്കിയിട്ടിരിക്കാൻ പാടില്ല. ഇനി ഈവൻ സ്റ്റാർട്ടിങ്ങിൽ ലക്ഷങ്ങളൊന്നും കിട്ടില്ല. ഒരു 10,000 to 15,000 റുപ്പീസ് ആയിരിക്കും ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ ആദ്യത്തെ സാലറി. നമ്മളാദ്യം പ്രാക്ടിക്കലി എക്സ്പീരിയൻസ് എടുക്കുക എന്നുള്ളതാണ്. ആദ്യം നമ്മൾ ഇത്ര ലക്ഷം കൊടുത്തിട്ട് പഠിക്കുന്നു. ഇനി ശമ്പളം മേടിച്ചിട്ട് നമ്മൾ പഠിക്കുന്നൊരു സമയമുണ്ട്. അതാണ് ആദ്യം ജോലി കയറുന്ന സമയം. ജോലി കയറുന്ന സമയം എന്താണ്? പൈസ കിട്ടിയിട്ട് പഠിക്കുന്നത്. അവിടെയാണ് റിയൽ നമ്മൾ ഇൻഡസ്ട്രിയെക്കുറിച്ച് മനസ്സിലാക്കുന്നതും എക്സ്പീരിയൻസ് എടുക്കുന്നതും. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യേണ്ടത്? ഈ കോഴ്സ് എടുക്കാനായിട്ട്. അതായത് ആദ്യം തന്നെ ലക്ഷക്കണക്കിന് ശമ്പളം കിട്ടുന്നതല്ല, ജോലിയുണ്ട്, ജോലിയിൽ 100% എന്താണ് സാലറി ഉണ്ട്, നമ്മളതിന് പ്രാപ്തനായിരിക്കണം എന്നുള്ളതാണ്. ശരിയല്ലേ? ഓക്കെ, ശരിയാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ക്ലാസ് റൂമിൽ പിന്നെ കാറ്റഗറി ഉണ്ടല്ലേ. നമ്മുടെ ക്ലാസ് റൂമിൽ ഫസ്റ്റ് ബെഞ്ചുണ്ട്, സെക്കൻഡ് ബെഞ്ചുണ്ട്, തേർഡ് ബെഞ്ചുണ്ട്. ഈ 3 ബെഞ്ചും ഒരുപോലെ ആയിരിക്കില്ലല്ലോ. അല്ല. സ്കൂളിൽ റിസൾട്ട് വരുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് മേടിച്ചവരുണ്ട്, സെക്കൻഡ് മേടിച്ചവരുണ്ട്, ജയിക്കാത്തവരുണ്ട്. ഇതുപോലെ പാട്ട് പഠിപ്പിക്കുമ്പോഴും എങ്ങനെയാണ്? ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും തേർഡ് പ്രൈസും ഉണ്ടല്ലേ. ഇതിൽ വ്യത്യാസമുണ്ട്. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഏത് കോളേജിൽ പഠിച്ചാലും ഏത് കോഴ്സ് എടുത്താലും ഈ പഠിക്കാൻ വരുന്ന ആൾക്കാർക്ക് 3 കാറ്റഗറിയാണ്. നല്ല രീതിയിൽ പഠിക്കുന്നവർ, മിഡിൽ ലെവലിൽ പഠിക്കുന്നവർ, പഠിക്കാത്തവർ. ഈ 3 പേരും നമ്മൾ ജോബിന് പോകുന്ന